മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ 6 എംപിമാർ ഇന്ന് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേരും. ഇതോടെ ഉദ്ധവ് പക്ഷത്തിന് ലോക്സഭയിൽ വെറും 3 എംപിമാർ മാത്രമായി ഒതുങ്ങേണ്ടി വരും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 9 എംപിമാരിൽ 6 പേർ ചേരിമാറുന്നതിനായി കൂറുമാറ്റ നിയമം ബാധകമാകില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേരുകയാണെന്ന് അറിയിച്ച് വിമത എംപിമാർ നേരത്തെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. പാർട്ടിയിൽ ആഭ്യന്തര പ്രതിസന്ധി കടുക്കുന്നതിനിടെ ഉദ്ധവ് താക്കറെ വിഭാഗം എംപിമാരുടെയും MLA-മാരുടെയും യോഗം ഇന്ന് ഉച്ചയ്ക്ക് ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്നുള്ള അയോഗ്യത ഒഴിവാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം തികച്ചാണ് വിമതർ ഷിൻഡെ പക്ഷത്തേക്ക് നീങ്ങുന്നത്. കൂടാതെ ഓപ്പറേഷൻ ടൈഗർ എന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ നീക്കത്തിലൂടെ ഉദ്ധവ് പക്ഷത്തെ ആകെയുള്ള 9 ലോക്സഭാ എംപിമാരിൽ 6 പേർ ഷിൻഡെ പക്ഷത്തേക്ക് മാറുകയാണ്. സഞ്ജയ് ദേശ്മുഖ്, അതോടൊപ്പം തന്നെ സഞ്ജയ് ദിന പാട്ടീൽ, സഞ്ജയ് ജാദവ്, നാഗേഷ് അഷ്ടികർ, ഓംരാജെ നിംബാകർ, ബാസു സാഹിബ് വാങ്ഷെ എന്നിവരാണ് ഉദ്ധവ് ക്യാമ്പ് വിടുന്നത്. തങ്ങളെ പ്രത്യേക പാർലമെന്ററി ബ്ലോക്കായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് 6 എംപിമാരും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ ഇവർ ഔദ്യോഗികമായി ഷിൻഡെ പക്ഷത്തേക്ക് ചേരുമെന്നാണ് വിവരം. അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി, രാജാഭാവ് വാജെ എന്നീ 3 എംപിമാർ മാത്രമാണ് ഇനി ഉദ്ധവ് താക്കറെക്കൊപ്പം അവശേഷിക്കുന്നത്. ശിവസേന ഉദ്ധവ് പക്ഷം ഭാവിയിൽ കോൺഗ്രസുമായി ലയിക്കാൻ പോവുകയാണെന്ന ഭയമാണ് തങ്ങളെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് വിമത ക്യാമ്പിൽ നിന്നുള്ള വിശദീകരണം. ബാലാ സാഹേബ് താക്കറെയുടെ യഥാർത്ഥ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഉദ്ധവ് താക്കറെ വ്യതിചലിച്ചതായും തങ്ങളുടെ പരാതികൾ കേൾക്കാൻ പോലും പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് വിമത എംപിമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലെ പിളർപ്പ് പരസ്യമാക്കി ഹിംഗോലി MP നാഗേഷ് അഷ്ടികർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഉദ്ധവ് താക്കറെയോടൊപ്പമുള്ള എതിർപ്പ് കൊണ്ടല്ല പാർട്ടി വിടുന്നതെന്നും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ടുകൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് തീരുമാനമെന്നുമായിരുന്നു വിശദീകരണം. നിലപാട് ജനങ്ങളോട് വിശദീകരിക്കാനാണ് മറ്റ് വിമതന്മാരുടെ തീരുമാനം. കൂടാതെ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്തും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും എംപിമാർ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുന്നു. അതിനിടെ ജില്ലാ നേതാക്കളടക്കം പാർട്ടി വിടുന്നത് ഒഴിവാക്കാൻ വിമത എംപിമാരുടെ മണ്ഡലങ്ങൾ സന്ദർശിക്കാനാണ് ഉദ്ധവ് താക്കറെയുടെ തീരുമാനം. 27, 28, 29 തീയതികളിലാണ് സന്ദർശനം നടക്കാൻ പോകുന്നത്. കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. അതീവ രഹസ്യമായി ചെയ്ത ഒരു ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ടൈഗർ എന്ന് പേരിട്ട നീക്കത്തിലൂടെയാണ് ശിവസേന ക്യാമ്പിലെ 9 ലോക്സഭാ എംപിമാരിൽ 6 പേർ കളം മാറി ചവിട്ടിയത്. സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്കോ അന്വേഷണ വിഭാഗങ്ങൾക്കോ ഒരു തരത്തിലുമുള്ള സൂചന നൽകാതെ ഒളിച്ചു കടക്കുകയായിരുന്നു എംപിമാർ എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.